1989-90 കാലയളവിൽ നിറമരുതൂർ ഹൈസ്കൂളിൽ നിന്നും പടിയിറങ്ങിയ മഴവില്ല് കൂട്ടായ്മയുടെ മൂന്നാമത്തെ ഇഫ്താർ സംഗമവും അനുസ്മരണ യോഗവും പൂക്കയിൽ സിറ്റി പാർക്ക് ഹോട്ടലിൽ സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഴവില്ല് കൂട്ടായ്മയുടെ ഖത്തർ പ്രതിനിധി അബ്ദുൽ ലത്തീഫ് സംസാരിച്ചു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തുടക്കം കുറിച്ച ഒരു കൂട്ടായ്മയാണ് മഴവില്ല് കൂട്ടായ്മ. തീർത്തും തന്റെ സഹപാഠികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്കൊരു കൈത്താങ്ങായിക്കൊണ്ടാണ് മഴവില്ല് കൂട്ടായ്മ രൂപീകരണം തൊട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രവർത്തനമെന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഈ കൂട്ടായ്മയ്ക്ക് മുന്നോട്ടു പോകുവാൻ കഴിയട്ടെ എന്നും അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഈ ഒരു കാലയളവിൽ മൺമറഞ്ഞു പോയ 40ഓളം സഹപാഠികളെ അനുസ്മരിച്ചുകൊണ്ട് മഴവില്ല് കൂട്ടായ്മയുടെ ചെയർമാൻ നജീബ് തുരൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഇത്തരം അവസരങ്ങളിൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞവരെ നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ലെന്നും മരണപ്പെട്ട സഹപാഠികളുടെ കുടുംബവുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. 4 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഈ കൂട്ടായ്മയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന തന്റെ സഹപാഠികൾക്ക് വേണ്ടി 6 ലക്ഷം രൂപയോളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നും ചെയർമാൻ സൂചിപ്പിച്ചു. മുഹമ്മദ് ബഷീർ, മുഹമ്മദ് ഷംസീർ, റഹീസ് പഞ്ചാബി, സുഗുണൻ കാവുങ്ങൽ, മുഹമ്മദ് ഷാഫി, മുനീറ VP, സുലൈക്ക, ആർ സക്കീന എന്നിവർ സംസാരിച്ചു. കൺവീനർ മുസാഫിർ അഹമ്മദ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സെമീറ പൊന്നാനി നന്ദിയും പറഞ്ഞു. സക്കീർ ഹുസൈൻ, റംല കെ, സരസ്വതി, അബ്ബാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് തിരൂർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.